അൽഫോൺസാമ്മ സിസ്റ്ററാ. എന്നാ തരുന്നേ? എന്റെ പേന ഇവിടെ കളഞ്ഞു പോയിന്നേ. അയ്യോ, ഞങ്ങൾ ഇവിടെ നോക്കാം. എവിടാ? അല്ലെങ്കിൽ വേണ്ട, ഞാൻ കൂടുതൽ വെളിച്ചെടുത്ത് പോയി തപ്പിക്കോളാം. അതിന് പേന പോയത് ഇവിടെ അല്ലേ സിസ്റ്ററെ? പക്ഷെ ഇവിടെ വെളിച്ചം കുറവാണല്ലോ. വെളിച്ചം കുറവാണെന്നോ? ഈ സിസ്റ്റർക്ക് എന്നാ വട്ടാണോ? ആയിരിക്കും. ഗുഡ് നൈറ്റ് സിസ്റ്റർ. വെരി ഗുഡ് നൈറ്റ്. എന്താ സിസ്റ്റർ മേലോട്ട് നോക്കി നിൽക്കുന്നത്? വാൽനക്ഷത്രം ഉണ്ടോന്ന് നോക്കിയതാ. ഈ സമയത്ത് വാൽനക്ഷത്രം കണ്ട സ്വർഗത്തിൽ പോകുന്ന റവറൻ ഫാദർ കണ്ടോണം പറഞ്ഞത്. അത് ഫാദർ ചിലപ്പോ വെറുതെ പറഞ്ഞായിരിക്കും. അയ്യോ, ഞാൻ എന്റെ സമയം വെറുതെ കളഞ്ഞേ. ഗുഡ് നൈറ്റ് സിസ്റ്റർ. ഗുഡ് നൈറ്റ്. ഞങ്ങള് വൈകുന്നേരം വെള്ളം ഒഴിച്ച സിസ്റ്റർ. അത് പിന്നെ എനിക്ക് അറിയില്ലേ. ഗുഡ് നൈറ്റ്. ഗോ ടു സ്ലീപ്. ഗോ ടു സ്ലീപ്. ഗുഡ് നൈറ്റ്. ഒരു തവണ ഗുഡ് നൈറ്റ് പറഞ്ഞല്ലേ, പോയി കിടന്നൂടെ? ഈ പിശാച് ഏത് റൂമിലാണാവോ? ആരാത്? ഞാനാ, അൽഫോൺസാമ്മ സിസ്റ്ററാ. ഞാൻ മേലെ ഇടാൻ പോവാണല്ലോ സിസ്റ്റർ. ഓ, അതിനെന്താ, ഞാൻ കൂടി വരാം. എനിക്കിതൊക്കെ സന്തോഷമുള്ള കാര്യങ്ങളാന്നേ. അയ്യോ സിസ്റ്റർ അവിടെ നിന്നാ മതി, ഞാൻ പുറത്തേക്ക് വരാം. എനിക്ക് അങ്ങനെയൊന്നും ഇല്ലാട്ടോ. എന്താ സിസ്റ്റർ കാര്യം? അത് ഞാൻ പലതവണ ആലോചിച്ചു. എങ്ങനെ പറയണ്ടേന്ന് എനിക്കറിയില്ല. എന്താന്ന് വെച്ചാ പറഞ്ഞോളൂ സിസ്റ്റർ. ഐ ലവ് യു അന്ന. സിസ്റ്റർ എന്താ പാപികളെ പോലെ സംസാരിക്കുന്നത്? ഞാൻ ലവിന് അഡിക്റ്റ് ആയി പോയി അന്ന. സിസ്റ്റർ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് കേൾക്കുമ്പോ എനിക്ക് പേടിയാവുന്നു. ഞാനുള്ളപ്പോൾ നീ എന്തിനാ എങ്ങനെ പേടിക്കുന്ന? എന്താ പറ്റിയത്? ഇവിടെയല്ല, ഇവിടെയാണോ? അവിടെയാ. എവിടെ? അന്നയുടെ റൂമിലാണെന്ന് തോന്നുന്നു. അന്ന, എന്തു പറ്റി? ഒന്നുമില്ല, എന്തോ കണ്ട് പേടിച്ചു പോയതാ. എവിടെ? ഇല്ല, ഒന്നുമില്ല മത, സ്വപ്നാണെന്ന് തോന്നുന്നു. ശബ്ദം കേട്ട് എല്ലാരും പേടിച്ചു പോയി. ഇത് സ്വപ്നമൊന്നുമല്ല. തിരുവസ്ത്രം കിട്ടുന്നതിന് മുമ്പ് ദർശനങ്ങൾ ഇനി പലതും ഉണ്ടാകാം. എന്റെ ഈശോയെ, കള്ളമാരിൽ നിന്നും ദുഷ്ടമാരിൽ നിന്നും എന്റെ ഈ കുഞ്ഞാടിനെ നീ കാത്തോണമേ. കർത്താവിനെ മനസ്സിൽ ധ്യാനിച്ച് സമാധാനമായിട്ട് കിടന്നോളൂ. ഗുഡ് നൈറ്റ് അന്ന. ഗുഡ് നൈറ്റ്. അവര് പറഞ്ഞത് കേട്ടല്ലോ. ഭർത്താവിനെ മനസ്സിൽ ധ്യാനിച്ച് സമാധാനമായിട്ട് കിടന്നോളാൻ. ഭർത്താവെന്നല്ല, കർത്താവെന്നാ പറഞ്ഞത്. ഒരു കാര്യം എനിക്ക് മനസ്സിലായി, അന്നയ്ക്ക് എന്നെ ഇഷ്ടമാണെന്ന്. അതുകൊണ്ടല്ലേ യൂദാസിനെ പോലെ എന്നെ ഒറ്റക്കൊടുക്കാഞ്ഞത്? ഇഷ്ടമായിട്ടൊന്നുമല്ല. ഒരു പുരുഷൻ എന്റെ മുറിയിൽ കണ്ടാൽ എനിക്കുണ്ടാകുന്ന ചീത്തപ്പേരിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അന്ന് ഞാൻ ഈ മടത്തിന്ന് പുറത്താവും. അത് പേടിച്ചാ കാട്ടിക്കൊടുക്കാഞ്ഞത്. അതൊന്നുമല്ല, എനിക്കറിയാം നീ അങ്ങനെ ചെയ്യില്ലെന്ന്. എന്റെ പൊന്നന്ന, ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഞാൻ നിങ്ങളുടെ അന്നയല്ല, മഠത്തിൽ പഠിക്കുന്ന കുട്ടിയാണ്. എന്നെ സിസ്റ്റർ എന്ന് വിളിച്ചാ മതി. എങ്കിൽ എന്റെ പൊന്ന് സിസ്റ്ററെ ഞാൻ മദറാക്കും. അതെ, എന്റെ കുഞ്ഞുങ്ങളുടെ മദർ. നീ അവർക്ക് ജീവിക്കാൻ കഴിയില്ല. ഐ ലവ് യു സോ മച്ച്, സോ മച്ച്. മാർഗരറ്റ് സിസ്റ്റർ ആണോ? മാർഗരറ്റ് മാർക്കറ്റിൽ പോയിരിക്കാ. ഞാൻ അൽഫോൺസ്. സിസ്റ്ററിന്റെ പേന ഇതുവരെ കിട്ടിയില്ല. കിട്ടിയെങ്കിൽ ഞാൻ അവിടെ നടക്കോ? ഇതെന്താ സിസ്റ്ററിന്റെ ശബ്ദത്തിനൊരു മാറ്റം? അയ്യോ, ഭയങ്കര ലവബിൾ വോയിസ് അല്ലേ. ഒന്ന് നിന്നെ നോക്കട്ടെ. വേണ്ട. അപ്പാവിന്റെ അത്ഭുത പ്രവൃത്തിയാ. Praise the Lord, praise the Lord. മരിച്ചുപോയി. അവൾ ക്രിസ്തുവിന്റെ മണവാട്ടിയാകാൻ വന്നതാ. ഈ അന്ന ചാൾസിന്റെ മണവാട്ടിയാ. കർത്താവേ, എന്താ ചാൾസ്? ഒന്നുമില്ല, എല്ലാം എന്റെ ഭാഗ്യം പറയായിരുന്നു. ഭാഗ്യമൊന്നല്ല, ഈ കള്ളന്റെ കഴിവ് തന്നെയാ. കന്യാസ്ത്രീയാകാൻ വന്ന എന്നെ പുകച്ച് പുറത്ത് ചാടിച്ചില്ലേ? അങ്ങനെയൊന്നുമില്ല.
എനിക്ക് കർത്താവ് മാപ്പ് തരുമോ ചാൾസ്? തീർച്ചയായും. കർത്താവിനെല്ലാം അറിയാം. അങ്ങനെ മനുഷ്യപുത്രനല്ലായിരുന്നോ? നാളെ മഠത്തിൽ എന്റെ കൂട്ടുകാരികളെല്ലാം തിരുവസ്ത്രം അണിയുക. അവരിപ്പോ വസ്ത്രമില്ലാണ്ട് നിൽക്കണോ? അതല്ല, തിരുവസ്ത്രം, ഹോളി ഡ്രസ്. ഓ, കന്യാസ്ത്രീ വേഷം. അയ്യോ, ചതിക്കല്ലേ, അതൊന്നും എടുത്തിട്ടേക്കല്ലേ. അതിനു മുമ്പ് ഞാൻ നിന്നെ കൂട്ടിക്കൊണ്ടുപോകും. എവിടേക്ക്? ഞാൻ എവിടേക്ക് വിളിച്ചാലും എന്നെ വരില്ലേ? വരും. എന്റെ ചാൾസ് വിളിച്ച എവിടേക്ക് വേണമെങ്കിലും ഈ അന്ന വരും. എനിക്ക് ഡാഡിയും മമ്മിയും ഒന്ന് കാണാൻ കൊതിയാവുന്നു. അതിനെന്താ, അവരിവിടെ തന്നെ ഉണ്ട്. അന്നെ അവരെ കാണിക്കാൻ വേണ്ടിട്ടല്ലേ ഞാൻ ഇത്ര പാടുപെട്ടത്. ഇവിടെയോ? ചാൾസിന്റെ ഡാഡിയും മമ്മിയും ഇംഗ്ലണ്ടിലാണെന്നല്ലേ പറഞ്ഞത്? ഇവിടെന്ന് വെച്ചാ ഇവിടെ അമ്മ ഇവിടെ, ഡാഡി ഇവിടെ. കള്ളൻ. എന്തേ? ഇവിടെ ഞാനല്ലേ ഉള്ളത്? നീ എന്റെ ശരീരം മുഴുവൻ വ്യാപിച്ചു കിടക്കുകയാണെന്ന, അടിമുതൽ മുടിവരെ. സത്യം പറ, നിന്റെ മനസ്സിലിപ്പോ ക്രിസ്തുവിന്റെ മണവാട്ടിയാവണോന്ന് ഒട്ടും മോഹമില്ലേ? ഇല്ല ചാൾസ്, ഈ മനസ്സിലിപ്പോ ഒരാഗ്രഹമേ ഉള്ളൂ. എനിക്ക് എന്റെ ചാൾസിന്റെ മണവാട്ടി ആവണം. എന്റെ അന്ന, സത്യമാണോ നീ പറയുന്നത്? സത്യം, സത്യം, സത്യം. എന്റെ അമ്മച്ചി രക്ഷപ്പെട്ടു. എന്താ പറഞ്ഞത്? അന്ന, get ready for a trip. Trip? Yeah. Oh, you mean a honeymoon trip? Yes, you catch it. A wonderful trip. Yeah. Well done, my poor boys. വംശനാശം വന്ന എന്റെ കുടുംബത്തെ രക്ഷിച്ചതിന് ഞാൻ എങ്ങനെ നന്ദി പറയണം? നന്ദി പറയായിട്ട് വേണ്ട, പണമായിട്ട് മതി. അലോൺ, പണമൊക്കെ അന്യെ കൊണ്ടുവന്നതിന് ശേഷം ഈ ഹെൻറി എന്ന കൺട്രി ഇനി മിണ്ടാൻ പാടില്ല. അച്ചായൻ ടെൻഡും ഞാൻ എന്റെ പാട്ടിന് പോകും. എന്റെ അന്നമോളെ സൃഷ്ടിച്ചത് ഞാനാണെങ്കിലും ജനിപ്പിച്ചത് നീയാ. അപ്പൊ ഞാൻ ഇനി തന്തയായിട്ട് അഭിനയിക്കണം. അതല്ല, പുനർജനിപ്പിച്ച കാര്യം പറഞ്ഞത്. പൗലോചൻ നല്ല ഫിറ്റ, മുള്ളിട്ട് മുറിയിൽ പോയി കിടന്നുറങ്ങും. യുവമാരോട് ബിസിനസ് ഞാൻ സംസാരിക്കും. You shut up. എന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ ദിവസമാണെന്ന്. അതുണ്ടാക്കി തന്ന ഇവരോട് സംസാരിച്ച് എനിക്ക് മരിക്കണം. അതുണ്ടാക്കി തന്നത് ഞാനാ. ഈ പരട്ടകളെ പരിചയപ്പെടുത്തിയത് അഡ്വാൻസ് കൊടുപ്പിച്ചത് ഞാനാ. എന്നാ പിന്നെ തനിക്ക് പോയി പ്രേമിച്ച് വളയ്ക്കാൻ മേലായിരുന്നോ? അതിന് ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ, ഈ പുരുഷരത്നം. മണിരത്നത്തിന്റെ അനിയനാ. ഇതുപോലെ തരംതാണ് ചെറ്റത്തരത്തിന് എന്നെ കിട്ടൂല. എഴുന്നേക്കടാ, എഴുന്നേക്കടാ. എന്റെ മോളെ പ്രേമിക്കുന്നത് ചെറ്റത്തരമാണോടാ? അയ്യോ, അതിനുള്ള യോഗ്യത ഈ ചെറ്റക്കില്ലെന്നാ പറഞ്ഞു. എന്നാ കേറ്റ്. അപ്പൊ ചാൾസ് മോനെ, എന്താ മോനെ? നീ എന്റെ മോളെ എപ്പോ കൊണ്ടുവരും? നാളെ രാവിലെ ഇതേ ഹോട്ടലില് റൂം നമ്പർ 118 ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇപ്പോഴും ഇതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല ചാൾസ്. എനിക്കും. എത്രയും പെട്ടെന്ന് നമുക്ക് ഇവിടുന്ന് പോയി രജിസ്റ്റർ മാരേജ് നടത്തണം. പിന്നെ ആർക്കും നമ്മൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് കഴിഞ്ഞ് ഏതെങ്കിലും ഒരു പള്ളിയിൽ വെച്ച് കർത്താവിനെ മാത്രം സാക്ഷി നിർത്തി ചാൾസ് എന്റെ കഴുത്തിൽ താലി കെട്ടണം. അതെന്തിനാ? അതോ, എന്റെ ചാൾസിനെ എന്നിൽ തന്നെ കുരുക്കിയിടാൻ. ഞാൻ പോയി നമുക്ക് പോവാനുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്യട്ടെ. ഇപ്പൊ തന്നെ പോണോ? എന്റെ ചാൾസിനെ കണ്ട് കൊതി തീർന്നില്ല. കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പോകാം. കുറച്ച് കഴിഞ്ഞാൽ ആകെ കൊളമാകും. അതെന്താ? അത് പിന്നെ വണ്ടി കിട്ടിയില്ലെങ്കിലോ? കൂടി വന്ന 10 മിനിറ്റ്, അതിനുള്ളിൽ കംപ്ലീറ്റ് ഓക്കെ. എന്തോക്കെ? ടിക്കറ്റ് 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 ഓക്കെ. അന്നയുടെ മനസ്സിൽ ഒരു വിവാഹ ജീവിതത്തിനുള്ള കൊതിയും ആഗ്രഹങ്ങളും ഒക്കെ ശരിക്കുണ്ടല്ലോ അല്ലേ? ചാൾസിന് ഇപ്പോഴും ഈ കാര്യത്തിൽ സംശയമാണോ? ഏയ്, അതുകൊണ്ടൊന്നുമല്ല. ഇല്ലെങ്കിൽ ഞാൻ ഇത്രയും കാലം കഷ്ടപ്പെട്ടതൊക്കെ ഒക്കെ വരികയാവും. ചാൾസ് ധൈര്യമായിട്ട് പോയി വരൂ. താങ്ക് യു. പോയി വരട്ടെ. എടാ മോനെ, വേണ്ട 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 വേണ്ട, ഇത് അമ്മ. അന്നയുടെ അല്ലേ? അതേ മുഖം. ഇവൻ ആരാണെന്ന് അറിയോ? ഇല്ല. ഇവനാണ് നമ്മൾ അന്നമോളെ വളച്ച് കല്യാണത്തിന് സമ്മതിപ്പിച്ച ശൃംഗാരി. ശൃംഗാരവേലൻ ഞാൻ അപ്പോയിന്റ് ചെയ്തത്. എടാ ചെറുക്ക, ശൃംഗാരത്തിനും കൂടിയിട്ടേ നീ വല്ല കുരുത്തക്കേട് എന്റെ കൊച്ചിനോട് കാണിച്ചിട്ടുണ്ടോ? നോ ബോഡി ടച്ചിങ്. തൊട്ടിട്ട് പോലുമില്ല. അമ്മച്ചിയാണ് സത്യം. തൊടാൻ അനവധി അവസരങ്ങൾ ഉണ്ടായിട്ട് പോലും തൊട്ടിട്ടില്ല. അതാണ് ചാൾസ്. പവിത്രയും പരിശുദ്ധയും കന്യകയുമായ നിങ്ങളുടെ മകളെ ഞാൻ മറത്തിന്ന് പുറത്തിയടിച്ചിട്ടുണ്ട്. ഇനി പറഞ്ഞ കാശെടുക്ക്. എന്റെ മോക്ക് ആത്മീയ വിചാരമൊക്കെ മാറി ശരിക്കും ആണുങ്ങളോട് പ്രേമായോ? അതായി കാണും. ഇവൻ ആള് ജഗജാല കില്ലാടിയല്ലേ, അതുകൊണ്ടല്ലേ എല്ലാം ഞാൻ ഇവനെ തന്നെ ഏൽപ്പിച്ചത്. എല്ലാം നീ ശരിക്കും ശരിയാക്കിയിട്ടുണ്ടല്ലോ. ഇങ്ങനെയൊക്കെ ചോദിച്ചു എനിക്ക് നാണാവും. അമ്മച്ചി അങ്ങോട്ട് ചെന്ന് മോളെ ഇങ്ങ് കൂട്ടിക്കൊണ്ടുവാ. പ്രേമ വിവശയാണ് അവൾ.
എന്നാ നമുക്ക് അവളെ ഒന്ന് പോയി കാണാം. എനിക്ക് നാണമാവുന്ന അവളെ ഇപ്പൊ കാണാൻ. നീ പോയി കണ്ടാ മതി. കാശ് തന്നില്ല. നിക്ക് ഇപ്പൊ തന്നെ ധാരാളം കാശ് പറ്റിയിട്ടുണ്ടല്ലോ, അത് പോരെ? ദേ കാര്യം കഴിഞ്ഞപ്പോ ഒരു മാതിരി മറ്റടുത്ത് വർത്തമാനം പറയരുത്. ജീവൻ പണയം വെച്ചിട്ടാ ഞാൻ ഈ പണി ചെയ്തത്, അറിയോ? എല്ലാം കൂടി 1 ലക്ഷം രൂപയിൽ ഞാൻ വാങ്ങിയിട്ടുണ്ട്. ബാക്കി 2 ലക്ഷം രൂപ ഇപ്പൊ തരണോ അതോ ചാൾസിന്റെ തനി നിറം കാണണോ? നീ ശ്വാസം വിട് പോലെ, ശ്വാസം വിട്. പിന്നല്ലാണ്ട് നീ എന്നാ തനിയാറം കാണിക്കാനാ? പല കേസുകളായിട്ട് നീ എനിക്ക് 50,000 രൂപ തരാനുണ്ട്. അത് കുറച്ചിട്ട് കൊടുത്താൽ മതി. അപ്പോഴേ പവലോച്ചോ പെണ്ണ് തിരിച്ചു മടത്തി കയറും. അല്ലെങ്കിൽ എന്റെ പുറകെ വാലാട്ടിപ്പട്ടി കണക്ക് ഞാൻ ഇങ്ങനെ കൊണ്ട് നടക്കും. എന്ത് വേണം ഇപ്പൊ? മോള് എന്നെ പോലെ ഒരുത്തന്റെ വെപ്പാട്ടി ആവൂന്ന് പറഞ്ഞ പല പലോസിന് എന്റെ നാണക്കേട്. നീ പിണങ്ങാതടാ മോനെ. അന്യം നിന്നുപോയ തറവാട് നിലനിർത്തിയവനാ നീ. ആ. ദാ ബാക്കി 2 ലക്ഷം രൂപ. താങ്ക് യു. അയ്യോ പൗലോച്ചേ, മൂടുണ്ടല്ലോ. നല്ല മണം. നോട്ട് തുടരുത്. ഇനി ഇതുപോലെ ആരെങ്കിലും എവിടെന്നെങ്കിലും ഇറക്കാനുണ്ടെങ്കിൽ എന്നെ തന്നെ ഏൽപ്പിക്കണേ. ഓക്കേ. ഛെ, എന്ത് ദ്രോഹമാ പൗലോച്ചൻ കാണിച്ചത്? ആ കാശ് എനിക്ക് തരാമല്ലായിരുന്നു. ഞാനല്ലേ ഐഡിയ പറഞ്ഞു തന്നത്. നമ്മൾ വാക്ക് പറഞ്ഞില്ലയോ? അതൊക്കെ ടിക്കറ്റിന്റെ ഒരു പ്ലേ അല്ലേ? ഓ അത് സാരമില്ല. എന്റെ കുടുംബം രക്ഷപ്പെട്ടില്ലേ? തനിക്ക് എത്ര ലക്ഷം രൂപ വേണമെങ്കിലും ഞാൻ തരാം. എന്നാ ഞാൻ പോയി മോളെ വിളിച്ചോണ്ട് വരാം. അതല്ലേ? അയ്യോ ചതി പറ്റിയ ചതി പറ്റി. ഏ? നിന്നെ ഈ പ്രായത്തിൽ ആരാണ് ചതിച്ചത്? എന്നെയല്ല, നമ്മുടെ മോളെ. അത് പ്രേമിച്ചതിനിടയ്ക്ക് പറ്റിപ്പോയ ഒരു അബദ്ധമായിരിക്കും. ആരെയും കുറ്റം പറയാൻ പറ്റത്തില്ല, പ്രായം അതല്ലയോ. അതല്ല, അവൻ കൊണ്ടുവന്ന നമ്മുടെ മോളെ അല്ല. നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? സത്യ പറയുന്നത്. അത് ത്രേസ്യമായി ചേട്ടത്തേക്ക് മുറി തെറ്റിപ്പോയതായിരിക്കും. വാ പോലെ നമുക്ക് പോയി നോക്കാം. വാ ജയ. ഇതേതാ ഈ പെണ്ണ്? ഇത് തന്നെ അവൻ കൊണ്ടുവന്ന പെണ്ണ്. എന്നതാ വെച്ച നിന്റെ പേര്? അന്ന. അന്നേ ചാൾസിന്റെ കൂടെ വന്ന? അതെ. എന്റെ കർത്താവ്, അന്ന മാറിപ്പോയി അല്ലേ? അതേടാ പുല്ലേ.